ഹായോട് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ ഫുൾ ടർബോ മോഡിലേക്ക് കേരളത്തിലെ സിനിമാ തിയേറ്റേഴ്സ് ഒരുങ്ങാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ടർബോന്റെ ബുക്കിംഗ് ഒക്കെ തുടങ്ങി. എല്ലായിടത്തും ഹൈ ഫാസ്റ്റ് ഫില്ലിംഗ് ആയിട്ടാണ് ടിക്കറ്റ്സുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ സ്ഥലം തൃശ്ശൂരായ കാരണം തൃശ്ശൂരത്തെ കഥ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. അതായത് തൃശ്ശൂർ ഗിരിജ, രാംദാസ്, രാഗം, ഐനോക്സ്, പിന്നെ ഫൺ സിനിമാസ്, അങ്ങനെ കുറെ തിയേറ്റേഴ്സിൽ സിനിമയുണ്ട്. അപ്പോൾ ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ തുടങ്ങി നിമിഷ നേരങ്ങൾക്കുള്ളിൽ ടിക്കറ്റ്സുകളൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഏകദേശം ഒരു 4 മണി സമയത്ത് വരെ തൃശ്ശൂർ രാഗത്തിലെ ഓൾമോസ്റ്റ് ഒരു 750ഓളം സീറ്റുള്ള തിയേറ്ററാണ് രാഗം. തൃശ്ശൂരിലെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള തിയേറ്ററാണ് ഈ രാഗത്തിലെ 80% ടിക്കറ്റ്സും എല്ലാ ഷോയുടെയും കേട്ടോ. ഞാൻ പറഞ്ഞത് ഒരു ഷോയുടെ മാത്രമല്ല, എല്ലാ ഷോയുടെയും 80% ടിക്കറ്റ്സ് സെയിലായിട്ടുണ്ട്. ഗിരിജയിൽ സെയിലായി കഴിഞ്ഞു. സോ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു മമ്മൂട്ടി സിനിമയ്ക്ക് എന്താ പറയാ ടിക്കറ്റ്സുകൾ ഇങ്ങനെ ഒരു പ്രീ ബുക്കിംഗ് വന്നിട്ടില്ല. ഓൾമോസ്റ്റ് 1 CR കഴിഞ്ഞു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. പ്രീ ബുക്കിംഗ് മാത്രമായിട്ട് ഓരോ മണിക്കൂറിലും ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000കണക്കിന് ടിക്കറ്റ്സ് ആണ് ടർബോന്റെ സെയിലായിക്കൊണ്ടിരിക്കുന്നത്. സോ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഹൗസിന്റെ എന്താ പറയാ പ്രൊമോഷൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പരാതികളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഈ പരാതികളൊക്കെ തുടച്ചു നീക്കിക്കൊണ്ട് നല്ല രീതിയിൽ ടിക്കറ്റ് ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കും നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് ഈ ടർബോ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇത്ര ഒരു ഇമ്പാക്ട് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം ആ ടൈറ്റിൽ തന്നെയാണ്. ഓരോ സിനിമയുടെയും ടൈറ്റിലുകൾ ആ സിനിമയുടെ ഒരു പവർ ഫീൽ ചെയ്യിപ്പിക്കും. ടർബോ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമുക്കറിയാം ആ ഒരു പവർ അല്ലെങ്കിൽ ഒരു മാസീവ് ഫീൽ അതിനുണ്ട്. സോ ടർബോ എന്നുള്ള ടൈറ്റിലും വൈശാഖ് എന്ന് പറയുന്ന ഡയറക്ടറും മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്ന റൈറ്ററും ഇവരൊക്കെ കൂടി ചേർന്ന് ഒരുക്കുന്ന ഒരു ടർബോ ട്രെയിലറും കൂടി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കിയിരുന്നത്. ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ചില്ലർ ഇമ്പാക്ട് അല്ല ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. കാരണം നമുക്കറിയാം ജയിലർ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യുന്ന ടൈം വരെ ജയിലറിന് ഒരു എന്താ പറയാ ഒരു അനക്കുണ്ടായിരുന്നില്ല. ടൈഗർ കാ ഹുക്കും എന്നുള്ള പാട്ട് വന്നതിന് ശേഷം ട്രെയിലർ വന്നതിന് ശേഷം ആ പടം ഓണായത്. ടർബോയ്ക്ക് ഓൾമോസ്റ്റ് നമുക്ക് അറിയായിരുന്നു എന്താണ് ടർബോ ഒരു മാസീവ് വരെ തന്നെ വരുന്നു. പക്ഷെ ഇമാതിരി ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ലെവലിൽ വരിക എന്നൊക്കെ പറഞ്ഞത് എന്തായാലും കുറെയൊക്കെ വർഷങ്ങൾക്ക് ശേഷമാണ് മമ്മൂക്കാരുടെ ഒരു പടത്തിന് ഇങ്ങനത്തെ ഒരു ഉണ്ടാവുന്നത്. എന്തായാലും എല്ലായിടത്തും ഫാസ്റ്റ് ഫില്ലിംഗ് ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എവിടെയാണ് ടർബോ കാണുന്നത് എന്നുള്ളത് വീഡിയോനെ താഴെ നിന്ന് കമന്റ് ചെയ്യാനൊക്കെ കൊടുത്ത് നോക്കുക. പിന്നെ നമ്മുടെ കോഴിക്കോട് അപ്സര തിയേറ്റർ റിനോവേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് 1025 സീറ്റുകളാണ് ആ തിയേറ്ററിലുള്ളത്. ആ തിയേറ്ററിൽ ടർബോയാണ് കളിക്കാൻ പോകുന്നത്. അതിന്റെ ബുക്കിംഗ് തിങ്കളാഴ്ച മുതൽ തുടങ്ങുമെന്ന് പറയുന്നുണ്ട്. സോ എവിടെയും ടർബോ മയം തന്നെയാണ്. രാവിലെ 9 മണിക്ക് എല്ലായിടത്തും ഷോ സ്റ്റാർട്ട് ചെയ്യും. 9 മണി കഴിയുമ്പോൾ പറയാം ജോസേട്ടായും പിള്ളേരും കൂടി എങ്ങനെയൊക്കെയാണ് തീരുമാനിച്ചു വെച്ചിട്ടുള്ളത് എന്നുള്ളത് പടം കാണാനായിട്ട്. സോ എന്തായാലും ഒരു 100% ഉറപ്പം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം ഈ ഒരു സിനിമ പല മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യും എന്നുള്ളത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഉറപ്പ് തന്നെയാണ്. അത് പ്രൂവ് ചെയ്യിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു പ്രീ ബുക്കിംഗ് എന്ന് പറയുന്ന രീതിയിൽ ടിക്കറ്റ് സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ അമ്പലനടയിൽ റിലീസ് ചെയ്തു. ആ സിനിമയ്ക്ക് നല്ല അഭിപ്രായമുണ്ട്. സോ മലയാള സിനിമയ്ക്ക് മെയ് മാസത്തിലും അത്യാവശ്യം നല്ല ഒരു റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എന്തായാലും ടർബോ ഇനി വരാനായിട്ട് വെറും 3-4 ദിവസങ്ങളേ ഉള്ളൂ. വ്യാഴാഴ്ച പടം റിലീസ് ചെയ്യാണ്. അപ്പൊ എന്തായാലും ടർബോയുടെ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യുക. കാരണം ഫസ്റ്റത്തെ ദിവസം തന്നെ ടർബോ പവറിൽ തന്നെ പടം കാണുന്നതിന്റെ ഫീല് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം ഒന്ന് പരിഗണിക്കാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.